ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെറൈറ്റി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് വറക്കുകയും ചെയ്യാം, കറിയൊക്കെ ചെയ്യാം. ഞാൻ മസാല പരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിന് വേണ്ട തേങ്ങയുടെ കൂടെ എന്തൊക്കെയാണ് ചേരുവകളെന്ന് നമുക്ക് നോക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടിയും കൂടിയാണ്. ഇത് നമുക്ക് പൊടികളെല്ലാം കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. പച്ചമണം ഒന്ന് മാറിയിട്ട് പൊടികളുടെയൊക്കെ. എന്നിട്ട് ഇത് തേങ്ങയിലേക്ക് ചേർത്ത് നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് അരച്ചെടുത്ത് കൊടുക്കാം. ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് നമുക്ക് ഉള്ളി, ചുമന്നുള്ളി, ഇഞ്ചി ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല കൊഴുപ്പ് കൂട്ടാൻ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുത്ത ചാറോട് കൂടിയ കറി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം റെഡിയാക്കി എടുക്കാം. ആദ്യം മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കുമ്പോൾ ഒരു 1-2 മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കുക. എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ്. മീനെല്ലാം റെഡി ആയിട്ടുണ്ട്, വറക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അയിലക്കറിയുടെ ആവശ്യമായ തേങ്ങ മസാല ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ ചാരം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അടപ്പടച്ച് വെച്ച് കുളിച്ചിട്ട് നമുക്കതോടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിരാൻ വെച്ച് കുടംപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. രുചി കൂട്ടാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത്, ഉപ്പ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അയിലക്കറി, കൊഴുത്ത ചാറോടുകൂടി അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിൽ ശകലം പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ അയില വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഏതൊരു കറി വെച്ചാലും ചില മസാല പിടിച്ചാൽ അതിനൊരു ടേസ്റ്റാണ്. ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ